കൊണ്ടും മിനിങ്ങാന്നായിട്ട് നിങ്ങൾ എല്ലാവരും കേട്ടോണ്ടിരിക്കുന്ന വാർത്തയാണ് ദീപക് എന്ന് പറഞ്ഞ ചേട്ടന്റെ അവസ്ഥ. പുള്ളിക്കാരന്റെ അവസ്ഥയല്ല, പുള്ളിക്കാരൻ നമ്മുടെ വിട്ടു പിരിഞ്ഞു പോയി എന്നുള്ള ഒരു അർത്ഥത്തിൽ ഇന്നലെയാണ് ആ വാർത്ത അറിയുന്നത് തന്നെ. കറക്റ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയുന്നത് ഇന്നലെയാണ്. കാരണം ഞങ്ങൾ എല്ലാവരും കാര്യമായ ഒരാൾ അറസ്റ്റിലായിട്ടുണ്ട്. അവരുടെ ഒരു പ്രൊഫഷൻ വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബർ ആണ്. ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും വഴി നമ്മളെപ്പോലെ തന്നെ മോണിറ്റൈസേഷൻ ഓണായി പൈസ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഇത് നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു അടിയായിട്ടാണ് തോന്നുന്നത്. ഷെയർ ചെയ്യാണ് ഇത്. ഈ ഒരു വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിക്ക് മാത്രമല്ല, ഈ ഒരു ഫീൽഡ് നിൽക്കുന്ന എല്ലാവരും ഒരുപോലെ ബാധിക്കുന്ന ഒരു വാർത്തയാണ് കേട്ടോ. വളരെ വിഷമമുണ്ട് കേട്ടപ്പോഴത്തേക്ക്, വളരെ വിഷമമുണ്ട്. ഇപ്പോഴത്തെ കാലത്തും ലേഡീസ് ഇങ്ങനെ നിൽക്കുന്ന വെച്ചാൽ പ്രതികരിക്കേണ്ട സമയത്ത് നമ്മൾ പ്രതികരിക്കുക തന്നെ ചെയ്യണം. ഇപ്പം ആ ഒരു കേസ് എന്താ പറയുന്നത്, ആ ചേട്ടൻ വണ്ടിയിൽ വെച്ചിട്ട് പുള്ളിക്കാരിനെ മോശമായ രീതിയിൽ അത് കൈ തട്ടി എന്നുള്ള രീതിയിലാണ് കാണിച്ചേക്കുന്നത്. അത് പുള്ളിക്കാരി വീഡിയോ എടുക്കാനുള്ള സാഹചര്യവും എല്ലാം. ഇത്രയും ഒരു സമയം എടുത്ത് പുള്ളിക്കാരി വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരി എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്നാണ് എൻ്റെ ഒരു ക്വസ്റ്റ്യൻ. കാരണം നല്ല രീതിയിൽ പ്രതികരിച്ചിട്ടുള്ള ആളാണ്. ഞാൻ എൻ്റെ ഒരു അനുഭവം തന്നെ ഞാൻ പറഞ്ഞുതരാം. ഞങ്ങളുടെ കോളേജ് ബസ് പുള്ളിക്കാരൻ ഒരു ജനപരോഗിയാണെന്നുണ്ടെങ്കിൽ നാട്ടുകാരുടെ ഇച്ചിരി പ്രശ്നക്കാരനാണ് എന്ന് ചത്തു കഴിഞ്ഞാലും പറയും, എന്തായാലും പറയും, ആരും ഒരാളെങ്കിലും പറയും. ഒരാൾ പോലും ഇതായിരിക്കുന്നില്ല. ആ ഒരു കുടുംബത്തിന് ഒരൊറ്റ അത്താണിയാണ് അയാൾ പോയി അധ്വാനിച്ച് കൊണ്ടുവരുന്ന പൈസ കൊണ്ടിട്ട് ജീവിക്കുന്ന കുടുംബം. ഒരു അച്ഛനും അമ്മയും കരച്ച്. ഞാൻ ആ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് അങ്ങ് ഇതായി. ഞാനത് സ്ക്രീൻഷോട്ട് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിലൂടെ കാണിക്കാം. എനിക്ക് ആ പുള്ളിക്കാരനെ കണ്ടപ്പോൾ വൈറലാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അത് ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന എല്ലാവരെയും ബാധിക്കുന്ന ഒരു കേസാണ്. അപ്പൊ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് നമുക്ക് വേറൊന്നുമില്ല, പ്രതികരിക്കുക. നമുക്ക് ഓക്കെ ആണെന്ന സ്ഥലത്ത് നമ്മൾ പ്രതികരിക്കുകയും ചെയ്യണം. അത് നമ്മുടെ കൂടെ ആര് നിൽക്കുന്നു ഏവര് നിൽക്കുന്നു എന്ന് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ആൾക്കാർ കേട്ടോണ്ടിരിക്കുന്നു, ഈ ആ പെണ്ണിപ്പോ എന്താ എന്ന് ചോദിക്കുമായിരിക്കും. ചോദിച്ചാൽ അവർക്ക് കുഴപ്പം, നമ്മളെ ബാധിക്കുന്നില്ല. നമുക്ക് വരുന്ന ശല്യം എന്താ, അത് മാറിയോ ഇല്ലയോ അത്ര നമ്മൾ അറിഞ്ഞാൽ മതി. നമ്മൾ പ്രതികരിക്കുക. അതിപ്പോ നമ്മളിവിടെ ബാധിച്ചിരിക്കുക ചിലപ്പോൾ നമ്മൾ മാത്രമേ കാണത്തുള്ളൂ. ഒരു കണക്കിന് നോക്കിയാൽ നമ്മള് മതി, വേറെ ആരും നമ്മളെ കൂടെ നിൽക്കണ്ട. നമ്മൾ പ്രതികരിച്ചാൽ നമുക്ക് കിട്ടും. നമ്മൾ ശല്യപ്പെടുത്തുന്ന ആൾക്ക് വേണ്ടി നമ്മൾ പ്രതികരിച്ചാൽ ശല്യപ്പെടുത്തുന്ന ആൾ മാറിപ്പോകും. നമുക്കതല്ലേ വേണ്ടത്, അതിന്റെ ആവശ്യമില്ലേ ഉള്ളൂ. അങ്ങനെ വേണം ചെയ്യാൻ. അല്ലാതെ ഈ വീഡിയോ എടുത്ത് വൈറലാക്കി റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് അവൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നെ ഉൾപ്പെടെ തന്നെയാണ് ഞാൻ പറയുന്നത്. നമുക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ കണ്ടന്റുകൾ കണ്ടെത്തി ഇടുന്നത്. ഇറങ്ങിപ്പോയി അധ്വാനിച്ചുണ്ടാക്കാത്തതിന്റെ ഒരു നല്ല വാക്കുണ്ട്, അത് പ്രശ്നമാണ് അവൾക്ക്. എന്റെ അഭിപ്രായത്തോട് യോജിക്കുന്നവരൊക്കെ കമന്റ് ചെയ്യാം. ഞാൻ ഒരു കണ്ടന്റ് ആക്കാനോ ഒന്നുമല്ല. എനിക്കിതൊരു പ്രതികരിക്കേണ്ട സാഹചര്യം വെച്ചാൽ ഞാൻ അതേ ഫീൽഡ് നിൽക്കുന്നുകൊണ്ടാണ്. നമുക്കൊരു നാണക്കേട് ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു പെങ്കൊച്ച് ഇറങ്ങി തിരിച്ചു പറയുമ്പോഴത്തേക്ക് നമ്മളെല്ലാവരും അതിനെ പ്രതികരിക്കാം. അത്